ഒരു ഒന്നൊന്നര അടിയാണ് ഇന്നിപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നടന്നത്. എന്നും അടി നടക്കുന്നത് കിച്ചണിൽ നിന്ന് തന്നെ. അനുമോൾ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു അടി നടക്കുമെന്നുള്ളത് ഉറപ്പാണല്ലോ. എന്നാൽ ഇന്ന് അനുമോളുടെ ഭാഗത്ത് ഒരു തെറ്റുമുണ്ടായിരുന്നില്ല. ഷാനവാസും ആര്യനും കൂടിയായിരുന്നു എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ആദിലയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മട്ടൻ ബിരിയാണി സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അനുമോൾ. അപ്പോൾ തന്നെ ഈച്ചക്കൂട്ടം പൊതിയുന്നത് പോലെ അനുമോളെ പൊതിഞ്ഞിരിക്കുകയായിരുന്നു എല്ലാ ഹൗസ്മേറ്റ്സും. അനുമോൾ എല്ലാവരോടും കൈയിട്ട് വാരരുത്, എല്ലാവർക്കും ഈക്വലായി തന്നെ ഫുഡ് തരുന്നതായിരിക്കും, ഒന്ന് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് പോലും ഷാനവാസിനും ആര്യനും ഒട്ടും ക്ഷമയില്ലായിരുന്നു. അനുമോൾ വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് രണ്ട് തവണ ഷാനവാസ് അതിൽ കൈയിട്ട് എടുക്കുവാൻ ശ്രമിച്ചു. അവസാനം കൈയിട്ട് വാരിയപ്പോൾ ആ ഗ്യാപ്പിൽ ആര്യനും വിളമ്പി വെച്ചിരിക്കുന്ന പ്ലേറ്റിൽ നിന്ന് ഒരു മട്ടൻ പീസും എടുത്ത് ഓടി. ഇതിൽ ദേഷ്യം പിടിച്ചുകൊണ്ട് അനുമോൾ കിച്ചണിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാണിച്ചോ, ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അനുമോൾ പോയത്. എന്നിട്ട് ഒരുപാട് നേരം പൊട്ടിക്കരഞ്ഞു. എന്താണ് ഇവരൊക്കെ ഭക്ഷണം കാണാത്ത കളി കളിക്കുന്നത്? ഇവർക്കൊക്കെ എത്ര ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാലും വയറു നിറയില്ല. മറ്റുള്ളവർ കഴിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കഴിക്കാൻ അവർക്കുണ്ടോ എന്നുപോലും അവർ ശ്രദ്ധിക്കുന്നില്ല. എന്താണ് ഇത്രയ്ക്കും ആർത്തി എന്നെല്ലാമാണ് അനുമോൾ ചോദിക്കുന്നത്. ഇത്തവണ അനുമോളുടെ ഭാഗത്താണ് ന്യായമെന്നുള്ളത് കൊണ്ട് തന്നെ ഷാനവാസിനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അനീഷ്. ഒരുപാട് നേരം ഷാനവാസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അനീഷ് സംസാരിച്ചു. നീ ചെയ്തത് വളരെ തെറ്റായി പോയെന്ന് ഷാനവാസിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അപ്പോൾ ഷാനവാസും ഡിഫെൻഡ് ചെയ്യുവാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നും അവളുടെ മുന്നിൽ ഫുഡിന് വേണ്ടി യാചിക്കുക എന്നത് ഒരു ശീലമായി പോയി. ആരെങ്കിലും ഒന്ന് പ്രതികരിക്കണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തത്. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം, പക്ഷെ അവളോടൊക്കെ അങ്ങനെ ചെയ്താലേ അവൾക്ക് മനസ്സിലാകൂ എന്നാണ് ഷാനവാസ് പറയുന്നത്. നമ്മൾ പ്ലേറ്റ് പിടിച്ച് അവളുടെ മുന്നിൽ നിൽക്കുമ്പോഴും അവൾ നമ്മളെ ഒന്ന് നോക്കിയിട്ട് മറ്റുള്ളവരുടെ പ്ലേറ്റിലേക്കാണ് സാധനങ്ങൾ ഇട്ട് കൊടുക്കുക. അവൾക്ക് ഇവിടെ ഒരുപാട് ഫേവറേറ്റിസങ്ങളുണ്ട്. അവർക്ക് അവൾ നന്നായി ഭക്ഷണം കൊടുക്കും. നമ്മളെയൊക്കെ വേറൊരു രീതിയിലാണ് അവൾ കാണുന്നത് എന്നാണ് ഷാനവാസ് പറയുന്നത്. ഇതേ തുടർന്ന് ഒരുപാട് നേരമായിരുന്നു ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അനുമോൾ പറഞ്ഞു, എനിക്ക് ഇനി ആ ഫുഡ് വേണ്ട, ഞാൻ കഴിക്കില്ല, കഴിക്കേണ്ടവർക്ക് അത് എടുത്തു കൊടുത്തോളൂ എന്നാണ് അനുമോൾ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ടിരിക്കവേ ഷാനവാസിന് ദേഷ്യം പിടിച്ചുകൊണ്ട് ഷാനവാസ് അവിടെ നിന്ന് കഴിക്കുന്ന പ്ലേറ്റ് എല്ലാം തട്ടി അങ്ങ് എണീറ്റ് പോയി. എന്താ വേണ്ടത് വെച്ചാൽ നിങ്ങൾ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഫുഡുള്ള പ്ലേറ്റ് തട്ടിയത്. സത്യം പറയാലോ, ആദിലയുടെയും നൂറയുടെയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം ആദിലയ്ക്ക് പോലും മര്യാദയ്ക്ക് കിട്ടിയില്ല. ലൈവ് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു, ഇത്തവണത്തെ തെറ്റ് അനുമോളുടെ ഭാഗത്തു നിന്നല്ല. എപ്പോഴും അനുമോളെയാണ് എല്ലാവരും കുറ്റക്കാരായി പറയാറുള്ളത്. പക്ഷേ ഇത്തവണ ഷാനവാസും ആര്യനും തന്നെയാണ് പ്രതിക്കൂട്ടിലുള്ളത്. പാവം അനുമോൾ വിഷമിച്ച് ഒരു മൂലയിലിരുന്ന് കരയുന്നത് കാണുമ്പോൾ ശരിക്കും വിഷമം തോന്നി. നിങ്ങൾക്ക് ബിബിയുടെ പുതിയ അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.